ഭക്ഷ്യവിഷബാധയേറ്റ് 13 കന്നുകാലികൾ നഷ്ടമായ തൊടുപുഴ വെള്ളിയാമറ്റത്തെ കുട്ടി കർഷകരെ ചേർത്ത് പിടിച്ച് നാടും നാട്ടുകാരും. കുടുംബത്തിന് നിരവധി മേഖലകളിൽ നിന്നാണ് സഹായഹസ്തമെത്തിയത്. സിനിമാ മേഖലയും CPM-ഉം ലുലു ഗ്രൂപ്പും ഈ കുട്ടി കർഷകരെ നെഞ്ചോട് ചേർത്തു. മന്ത്രിമാരായ ചിഞ്ചുറാണിയും റോഷി അഗസ്റ്റിനുമാണ് കുട്ടി കർഷകരായ മാത്യുവിനെയും ജോർജ് കുട്ടിയെയും കുടുംബത്തെയും കാണാൻ രാവിലെ ആദ്യമെത്തിയത്. തുടർന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ 5 പശുക്കളെ ഇൻഷുറൻസ് പരിരക്ഷയോടെ മാത്യുവിന് നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. മിൽമയുടെ ഭാഗത്തുനിന്ന് 45,000 രൂപയുടെ സഹായവും കുടുംബത്തിന് നൽകി. കേരള ഫീഡ്സിന്റെ 1 മാസത്തെ കാലിത്തീറ്റ സൗജന്യമായി നൽകുമെന്നും മന്ത്രി അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിൽ വിഷയം അവതരിപ്പിക്കുമെന്നും മന്ത്രി വിശദമാക്കി. ആശുപത്രിയിലാണെന്ന് അറിഞ്ഞു. മാത്യുവിൻ്റെ നമ്പർ എടുത്ത് ഞാൻ നേരിട്ട് വിളിച്ചു. മാത്യു ആയിട്ട് സംസാരിച്ചു. സങ്കടപ്പെടേണ്ട, ബുദ്ധിമുട്ടേണ്ട, എല്ലാവിധ സഹായവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന നിലയ്ക്ക് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ റോഷി മിനിസ്റ്ററും ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു 5 പശുക്കളെ ഒരാഴ്ചയ്ക്കകം തരും. നല്ലതിനും പശുവിനെയാണ്. അപ്പോൾ അത് 5 പശു സൗജന്യമായിട്ട് ഗവൺമെൻറ് തന്നെ കൊടുക്കുകയാണ്. മറ്റുള്ള പശുക്കൾക്ക് പകരം നമ്മൾ ദുരന്ത നിവാരണ പദ്ധതി പ്രകാരമുള്ള പണം ഞങ്ങൾ അനുവദിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അതും എത്രയും പെട്ടെന്ന് ചെയ്യും. മിൽമയെടുത്ത് ഞങ്ങൾ പറഞ്ഞു, കാരണം മിൽമയ്ക്കൊക്കെ പാല് കൊടുക്കുന്ന ആൾക്കാരാണ്. മിൽമയെടുത്ത് ഞങ്ങൾ പറഞ്ഞൊരു സഹായം വേണം. അപ്പോൾ 3 പശുക്കൾക്ക് ഒരു 15,000 രൂപ വെച്ച് 45,000 രൂപയുടെ ചെക്ക് കൊടുക്കുന്നുണ്ട്. ബാക്കി ഫണ്ട് ഗവൺമെൻറ് തന്നെ നേരിട്ട് കൊടുക്കാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്യുകയാണ്. നാളെ മന്ത്രിസഭയുടെ യോഗമുണ്ട്. ആ യോഗത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരോട് മന്ത്രിസഭയിൽ ഞങ്ങളിത് വയ്ക്കും. എന്താണെന്ന് വെച്ചാൽ അവിടെയും തീരുമാനിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും തീരുമാനിക്കുന്നത് എന്ന തരത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. തുടർന്നും കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മന്ത്രി മാത്യുവിനും കുടുംബത്തിനും ഉറപ്പും നൽകി. ബ്ലോക്ക്, പഞ്ചായത്ത്, ജില്ലാതലങ്ങളിൽ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സഹായ പദ്ധതി മാത്യുവിന് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിമാർ പോയതിനു പിന്നാലെ എബ്രഹാം ഓസ്ലർ സിനിമയുടെ അണിയറ പ്രവർത്തകരും നടൻ ജയറാമും കുട്ടിക്കർഷകർക്ക് സഹായവുമായി എത്തി. 5 ലക്ഷം രൂപയാണ് സഹായധനമായി ജയറാം കൈമാറിയത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മാത്യു ബെന്നിയെയും കുടുംബത്തെയും സന്ദർശിച്ച ജയറാം സമാന അനുഭവം 6 വർഷങ്ങൾക്ക് മുമ്പ് തനിക്കുണ്ടായെന്നും പറഞ്ഞു. 2000 മറ്റേ പ്രളയം ഉണ്ടായില്ലേ, പ്രളയം വന്നപ്പോൾ എൻ്റെ പെരിയാറിൻ്റെ തീരത്താണ് എൻ്റെ തൊഴുത്ത്. 16-ാം തീയതി രാത്രിയില്ലേ വെള്ളം കയറിയത്, ഓഗസ്റ്റ് 16-ാം തീയതി. അതെ, ഓഗസ്റ്റ് 16-ാം തീയതി ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, തൊഴുത്തിൻ്റെ അറ്റം വരെ വെള്ളം കയറി കഴിഞ്ഞു. അന്ന് എനിക്ക് ഏകദേശം 125ഓളം പശുക്കളുണ്ട്. അപ്പോൾ അതിൽ ഏകദേശം ഒരു 10-30 പശുക്കൾ പൂർണ്ണ ഗർഭിണിയാണ്. 9 മാസം ആകാറായിരുന്നു, പ്രസവിക്കാറായിരുന്നു. ഈ പശുക്കൾക്ക് അറിയാൻ കേട്ടോ എന്തോ ഒരു കലാമിറ്റി സംഭവിക്കാൻ പോകുന്നു. 16-ാം തീയതി ഉച്ചയോട്ട് ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. എല്ലാം ചെവി ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ 16-ാം തീയതി രാത്രി ആയപ്പോഴത്തേക്ക് അവിടുത്തെ നാട്ടുകാർ മുഴുവൻ എന്നെ വിളിച്ചു. അവിടുത്തെ ഫുൾ ആൾക്കാരും വന്നു ഈ പശുക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നിൽ ഇത് വെള്ളം കയറുകയാണെങ്കിൽ വേലിയൊക്കെ കട്ട് ചെയ്ത് വിട്ടേക്കുക. നാടൻ പശുവാണെങ്കിൽ ചിലപ്പോൾ ജീവിക്കും, കാരണം നീന്തി വരാൻ പറ്റും. എൻ്റെ എല്ലാം വലിയ HF പശുക്കളായതുകൊണ്ടേ ചിലപ്പോൾ നീന്താൻ പറ്റില്ല, ചത്തുപോകും. നാട്ടുകാരുടെ സഹായം എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരുന്നു എനിക്ക്. എല്ലാവരും കൂടി പക്ഷെ എന്തോ ഭാഗ്യം ഈ പശുവിൻ്റെ മുട്ടൊപ്പം വെള്ളം വന്നിട്ട് നിന്നു. സിനിമാ മേഖലയിൽ നിന്നും വീണ്ടും ഇവർക്ക് സഹായമെത്തി. നടൻ മമ്മൂട്ടി 1 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് 2 ലക്ഷം രൂപയാണ് നൽകിയത്. PJ ജോസഫ് MLA ഒരു പശുവിനെ നൽകി. അപ്പു ജോൺ ജോസഫാണ് കുട്ടികൾക്ക് പശുവിനെ കൈമാറിയത്. കുട്ടികൾക്ക് സഹായവുമായി CPM-ഉം രംഗത്തെത്തി. സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ മാസ്റ്റർ കുട്ടികളെ വിളിച്ച് 2 പശുക്കളെ വാഗ്ദാനം ചെയ്തു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ നിർദ്ദേശപ്രകാരം ലുലു ഗ്രൂപ്പ് 10 പശുക്കളെ വാങ്ങാനായി 5 ലക്ഷം രൂപ മാത്യുവിന്റെ വീട്ടിലെത്തി കൈമാറി. പ്രതിപക്ഷ നേതാവ് VD സതീശനും കുട്ടികൾക്ക് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മാത്യുവും അമ്മ ഷൈനിയും ചേട്ടൻ ജോർജും അനിയത്തി റോസ്മേരിയും ഉൾപ്പെട്ട കുടുംബത്തിന്റെ ഏക ഉപജീവന മാർഗമായിരുന്നു ഈ കന്നുകാലികൾ. ഏവരും നെഞ്ചോട് ചേർത്തതോടെ സന്തോഷത്തിലാണ് ഈ കുട്ടികൾ. ഇത്രയധികം സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും വളരെയധികം സന്തോഷമുണ്ടെന്നും കുടുംബം പ്രതികരിച്ചു. പശു വളർത്തൽ കൂടുതൽ ഊർജിതമായി നടത്തുമെന്നും മാത്യു പറഞ്ഞു.